ഗവൺമെന്റ് പുതിയ പാലുണ്ടാക്കി. ഇപ്പൊ ഇവിടെ വേറെ സംഘാതി ഒരു എന്താണ് റേഞ്ച് ഓഫീസർ, എന്റെ പേരെന്നെ ആ റോഡ് വന്ന് ബ്ലോക്ക് ചെയ്തു. എന്താണ് ഇവരുടെ കയ്യിൽ ഒരു വാറോല ഉണ്ടാവും, ഒരു ബുക്ക് വേറെ ആരുടെ കയ്യിലുണ്ടാവില്ല. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളതാണ്. അതല്ല എന്ന് പറയാനുണ്ടാവില്ല. കാരണം പിടിക്കാർ എഞ്ചിനീയർമാർ കേസെടുക്കും, അപ്പൊ കേസെടുക്കും. ഈ തോട്ടിന് തൊട്ടപ്പുറത്ത പാലം വണ്ടൂരിലേക്ക് കിടക്കുന്നത്. ആ പാലം ഉണ്ടാക്കാണ് ഒരു JCB പുഴയിൽ കൂടെ ഇറങ്ങി അക്കരെ കയറണം, വേറെ മാർഗമില്ല. ആ വാഹനം പിടിച്ചെടുത്തു വരും, ഫൈനടച്ചു 3.5 ലക്ഷം ആകുമ്പോ തോന്നിവാസത്തിന് പരിധിയുണ്ടോ? എന്താണ് ഇതൊക്കെ ഇവിടെ നടക്കും കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലേ അടിച്ച് ചെപ്പക്കുറ്റി തിരിക്കും വരെ ഈ പണിയൊന്ന് പേടിക്കേണ്ടവര് ജനങ്ങൾ ഇടപെടും. ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഇരുട്ടടിയില്ലല്ലോ, എല്ലാം ക്യാമറ ഇല്ലേ. പണ്ട് ഈ ജാതി ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടുകാർ നല്ല കൊടുക്കരുത് രാത്രി ഇരുട്ടത്ത്. ഇന്ന് നാട്ടിൽ അതിന് പോലും മാർഗമില്ല. തോന്നുവാസത്തിന് പരിധി ഉണ്ടാവണം. അപ്പൊ ഈ ബഹുമാനപ്പെട്ട മന്ത്രിയോട് സുപ്രീം കോടതിയുടെ അതിന്റെ ഓർഡറാണ് സ്റ്റേറ്റില് ഹൈക്കോടതിയിൽ പോവാൻ. ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിഷയത്തിൽ നിന്ന് ഇടപെട്ട് ഈ കേസ് കോടതിയിൽ 1, 2, 3 ആഴ്ച കൊണ്ട് വരും. അതിൽ കേരള ഫോറസ്റ്റ് ഇതിലൊന്ന് കക്ഷി ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി ഇതൊക്കെ ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിന് വാപ്പാന്റെ കാര്യം പറഞ്ഞു പിതാവിന് ജനിച്ചത് മുതലേ ഈ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായി അന്നും ഇന്നും സ്വന്തമായിട്ട് വീട് പോലും ഉണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു ഗാന്ധിയൻ ആശയത്തിന്റെ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്കാണ് ഇത് കുറച്ചും കൂടി ഇടപെടാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊന്നും കുറെ മാറ്റങ്ങളൊക്കെ ഓരോ മന്ത്രിമാർ വരുമ്പോഴുണ്ടാകുമെങ്കിലും പരിപൂർണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയുള്ള 1.5 വർഷം ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. താങ്കൾ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഒരു 1.5 കൊല്ലം തൽക്കാലം ലേശം അതങ്ങോട്ട് സൈഡിലേക്ക് നിർത്തിയിട്ട് കേരളത്തിലെ ജലസംരക്ഷണ വകുപ്പ് മന്ത്രിയായി താങ്കൾ ഒരു 50% പ്രവർത്തിച്ച് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു ജനകീയ ഇടപെടൽ നടത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.